ഹായ് ഓൾ. ഇന്ന് നമ്മളുള്ളത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ബ്രഹ്മഗിരി മലനിരയുടെ താഴ്വരയിലുള്ള തിരുനെല്ലി ക്ഷേത്രത്തിലാട്ടോ. മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതീക്ഷ. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നെല്ലിമരത്തിൻ്റെ മുകളിൽ മഹാവിഷ്ണുവിനെ ദർശിച്ച ബ്രഹ്മാവ് ഈ അമ്പലം വിഷ്ണുവിന് വേണ്ടി പണിഞ്ഞ് സമർപ്പിച്ചു എന്നുള്ളതാണ് കേട്ടോ. ക്ഷേത്രത്തിൽ നിന്ന് താഴേക്ക് ചെല്ലുമ്പോൾ പഞ്ചതീർത്ഥം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്. ശ്രീരാമ ഭഗവാന്റെ കാൽപാദങ്ങൾക്കൊപ്പം മറ്റു 4 തീർത്ഥങ്ങളും കൂടിച്ചേരുന്നതാണ് ഈ പഞ്ചതീർത്ഥം. അവിടെ നിന്നും പടികൾ കയറി മുകളിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു പുണ്യ നദിയാണ് പാപനാശിനി. ഇതിൽ മുങ്ങിയതിനു ശേഷമാണ് ബലിയിടുന്നത്. ഇങ്ങനെ ബലിയിടുമ്പോൾ ജന്മാന്തര പാപങ്ങൾ അകന്നു പോകുമെന്നാണ് വിശ്വാസം. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗുഹാക്ഷേത്രമാണ് കേട്ടോ ഗുണ്ടിക ക്ഷേത്രം. പരമശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി കല്ല് ഒന്നിനു മീതെ ഒന്നായിട്ട് പെറുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ക്ഷേത്രത്തിന്റെ ഐതിഹ്യമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. പണ്ട് വന്ന ആരോ ചെയ്തു വെച്ചതാണിത്. പിന്നെ എല്ലാവരും അത് തുടർന്ന് ചെയ്യാൻ തുടങ്ങി. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പുറമേന്ന് ടോക്കണൊക്കെ എടുത്ത് രാവിലത്തെ ഉപ്പുമാവൊക്കെ കഴിച്ച് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാഴ്ചയാണിത്. ഓരോ നാളിന്റെ പുറത്തും അതിനോട് ഉപമിച്ച ചെടികളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ നമ്മൾ പുറത്തേക്ക് കാണുമ്പോൾ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനും മറ്റു സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഉള്ള സൗകര്യം അവിടെ ഉണ്ട്. നമുക്ക് സ്റ്റേക്കുള്ള സൗകര്യം അവിടെ ഉണ്ട്. ദേവസ്വത്തിന്റെ വക ഹോട്ടലുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.